നമ്മുടെ മോന്റെ ജാതകമായി 9 പൊരുത്തമുള്ള ഒരു ജാതകക്കുറിപ്പ് മെയിൽ വന്ന് കിടപ്പുണ്ട്. എന്തായി പറയണേ? മെയിൽ വന്ന കാര്യം മാർച്ചിലാണോ പറയാ? ഓ, മെയിൽ വന്ന കാര്യമല്ല, ഇമെയിൽ വന്ന കാര്യമാ പറഞ്ഞത്. പിന്നെ ഇപ്പോഴത്തെ പിള്ളേരല്ലേ, കല്യാണത്തിന്റെ കാര്യം നിങ്ങൾ അവനോട് ചോദിച്ചോ? എന്താ കഥ? അവനോട് ചോദിച്ചിട്ടാണോ നീ അവനെ പ്രസവിച്ചേ? പിന്നെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ദേവി, ഈ പ്രേമം എന്ന് പറഞ്ഞ നെല്ലിക്ക പോലെ ആദ്യം കഴിക്കും, പിന്നെ പുളിക്കും, അത് കഴിഞ്ഞ് മധുരിക്കും, പിന്നീട് ചവർക്കും, അവസാനം എവിടെങ്കിലും കൊണ്ടുപോയി ആഘോഷം ചെയ്യും. പക്ഷെ ഞാൻ അങ്ങനല്ല എന്ന് പറഞ്ഞു വരികയായിരുന്നു. വേണ്ട വേണ്ട, എല്ലാ ആണുങ്ങളും ഇങ്ങനെ തന്നെയാ. ജോസഫ് ആനിയെ ചതിച്ചിട്ട് പോയില്ലേ? ഏത് ജോസഫ്, ഏത് ആനി? നീലാകാശം എന്ന നോവലില്. ഓ, എന്റെ അറിയോ, കുന്തലത്താനും ഷാജിയെ ഒറ്റയടിക്ക് വീഴ്ചവനാ ഈ പൂമ്പാറ്റ ജോസ്. തളർവാദം പിടിച്ച് വീൽ ചെയറിൽ ഇരുന്നവനെ അടിച്ചിട്ടാ ഈ വീരവാദം മുഴക്കുന്നത്. അതെ, നിനക്കെന്നെ പറ്റി അറിഞ്ഞുകൂടാത്തതുകൊണ്ടാ. ഞാൻ ജംഗ്ഷനിലോട്ട് ഇറങ്ങി നിന്ന് ഒരു കടയിലോട്ട് സൂക്ഷിച്ചു നോക്കിയാ മതി, അപ്പൊ അവർ ആ കടയ്ക്ക് ഷട്ടർ ഇടും. ഷട്ടർ ഇടും, അത് നിങ്ങൾ കടം ചോദിക്കൊന്ന് പേടിച്ചിട്ടായിരിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ വെറുതെ ചൂട് പിടിപ്പിക്കരുത്. എന്റെ രക്തം തിളച്ചു കയറുന്നു. തിളക്കട്ടെ, നല്ല രീതി തിളക്കട്ടെ. ഊറ്റാറാവുമ്പോ പറഞ്ഞാ മതി. ചേച്ചി കരയാതെ ചേച്ചി, അച്ഛൻ മരിച്ചിട്ട് 10-15 ദിവസമായില്ലേ? ഇനിയെങ്കിലും കരച്ചില് മതിയാക്കും. അതുകൊണ്ടല്ലേടി പരസ്പരം സീരിയല്ല സൂരജും ദീപ്തിയും പിണങ്ങി പോയിട്ട് ഞാനിത് എങ്ങനെ സഹിക്കുമെന്ന് പറയാ. നിന്നെ മണ്ടലടിച്ച് വളക്കണം. നിനക്ക് എന്തെങ്കിലും പറയണ്ട, നീ എന്നോട് പറഞ്ഞാൽ മതി. നീ സീരിയലിനെ കുറിച്ച് ഒന്നും പറയണ്ട. അവരെല്ലാരും എന്റെ സ്വന്തക്കാരെ പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്നിട്ട് ഈ സ്വന്തക്കാര് അച്ഛൻ മരിച്ചപ്പോ വന്നില്ലല്ലോ. ആകെ വന്നത് സുരേഷ് സതിയ. അവിടെ കിടന്ന് സിനിമ കാണാൻ പറ്റുവാ? സിനിമ കിടന്ന് കാണുന്നതിന് ഇരുന്നല്ല കാണുന്നത് ഇത്രയും കാലമായിട്ട് ആളുകള്. കിടന്ന് കണ്ടാൽ എന്താണ്? കാണണ എത്രയാണ് കാശ് അവിടെ? 120 രൂപ ഉള്ളൂ. അത്രേ ഉള്ള? 120 ആണല്ലേ? എന്താണ് അത് ഇത്ര കൂടുതലാണോ? എടി 30 രൂപ കൂടുതലാണോ? 90 രൂപയാണ് അവിടെ ബാൽക്കണിയിൽ ഇരിക്കാനായിട്ട്. ഈ 120 രൂപയുടെ അവിടുത്തെ ഏറ്റവും താഴെയുള്ള ഒന്ന് നിന്നണ്ടേ, നിങ്ങൾ ഈ 30 രൂപയുടെ കണക്ക് പറയുന്നുണ്ടല്ലോ, അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? നല്ല 1-ാം തരം ബാത്റൂമാണ്. ആ കക്കൂസെ പോകാൻ വേണ്ടിയാണ് അത്ര വലിയ കാശും കൊടുത്തു പോണത്. ഞാൻ പറ്റില്ല. വാടി, നീ വെറുതെ പറയണേണ് നിന്റെ ഈ ഭ്രാന്ത് കണ്ടിട്ട്. പള്ളി ചേച്ചി പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയണത്. പള്ളി ചേച്ചിക്ക് നേരത്തെ വേറൊരു പണിയില്ലാണ്ട് അവിടെ പോയിരിക്കണം. എനിക്ക് എന്ത് മേടിച്ചെന്ന് പറ. നിനക്ക് എന്താണ് വേണ്ടത് പറയാടി. നിങ്ങ പറ. എന്താണ് നമ്മ സാധാരണ ചെയ്യാറ്? സിനിമ കാണും, പിന്നെ എനിക്കൊരു മസാല ദോശ പിടിച്ചു. മസാല ദോശ തീറ്റി ഞാൻ നിർത്തി. മസാല ദോശ വേണ്ടേ? എനിക്ക് കുഴിമന്തി വേണം. കുഴിമന്തിയോ? എന്താണ്?